2023 ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 7 പട്ടികയുടെ കാലാവധി പൂർത്തിയായി ഒന്നാം റാങ്കുകാരിക്ക് പോലും നിയമനം തരാത്തതിലെ അനീതി PSCക്കൊപ്പം സർക്കാരിനെയും CPM നേതാക്കളെയും എല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കാലാവധി കഴിഞ്ഞതോടെ കടുത്ത നിരാശയിലാണ് റഷീദ. 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയില്ല. അപ്പൊ എന്തിനാ ഞങ്ങൾ ഇങ്ങനെയാണ് മാനസികമായി തളർത്തൽ അവർ ചെയ്യുന്നത്? എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പരിഹാസ്യരാക്കിയത്? അവർ 10 വർഷം ഭരണത്തിൽ കഴിഞ്ഞ ശേഷം വീണ്ടും വാഗ്ദാനങ്ങൾ. എല്ലാവർക്കും ജോലി ഉറപ്പ്, ദാരിദ്ര്യമുക്ത കേരളം. ഇപ്പോൾ പ്രകടന പത്രികയിൽ പുതുതായി ചേർത്ത സ്വപ്നങ്ങൾ. പക്ഷേ ഒരു ചോദ്യം, ഈ 10 വർഷം എന്ത് ചെയ്തു? ഒന്നാം റാങ്ക് നേടിയവർക്ക് പോലും ജോലി നൽകാൻ സാധിക്കാത്തവർ ഇപ്പോൾ പുതിയ വാഗ്ദാനങ്ങളുമായി വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. യുവാക്കൾ നാടുവിട്ടു പോകുമ്പോൾ, അവസരങ്ങളില്ലാതെ കേരളം ശൂന്യമാകുമ്പോൾ ഇത് വിശ്വസിക്കണോ, അല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കുന്ന വാഗ്ദാന വഞ്ചനയോ? കേരള ജനത ഇനി ഇത് വിശ്വസിക്കുമോ? ഒന്നാം റാങ്ക് ലഭിച്ചിട്ടും ജോലി ലഭിക്കാത്ത നിരവധി പേരാണ് നാട്ടിലുള്ളത്. PSCയെയും സർക്കാരിനെയും CPM നേതാക്കളെയും പലവട്ടം സമീപിച്ചിട്ടും നീതി കിട്ടിയില്ലെന്ന് PSC ഉറുദു അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടും ജോലി ലഭിക്കാതെ പോയ മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിലെ M റഷീദ മനോരമ ന്യൂസിനോട്. കാലടി സംസ്കൃത സർവകലാശാലയിലെ SFIയുടെ അസോസിയേഷൻ സെക്രട്ടറിയും അക്കാദമിക് കൌൺസിൽ അംഗവുമായിരുന്ന റഷീദ PSC കാട്ടിയ അനീതിക്ക് മുൻപിൽ വിങ്ങിപ്പൊട്ടുകയാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴാണ് M റഷീദ PSC പരീക്ഷ എഴുതി 2023 ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 7 പട്ടികയുടെ കാലാവധി പൂർത്തിയായി ഒന്നാം റാങ്കുകാരിക്ക് പോലും നിയമനം തരാത്തതിലെ അനീതി PSCക്കൊപ്പം സർക്കാരിനെയും CPM നേതാക്കളെയും എല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കാലാവധി കഴിഞ്ഞതോടെ കടുത്ത നിരാശയിലാണ് റഷീദ. 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയില്ല. അപ്പൊ എന്തിനാ ഞങ്ങൾ ഇങ്ങനെയാണ് മാനസികമായി തളർത്തൽ അവർ ചെയ്യുന്നത്? എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പരിഹാസ്യരാക്കിയത്? അവർ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ നടത്തണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ഒരു ലിസ്റ്റ്, ഒരു വേക്കൻസി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എക്സാം നടത്തിയാൽ പോരെ. ഇന്ന് ഇത്രയും പ്രശ്നമില്ലല്ലോ. ബിരുദാനന്തര MPhil പരീക്ഷകളിൽ ഒന്നാം റാങ്കുകാരിയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും അവസരം ലഭിച്ചില്ല. മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഇടപെട്ട് നീതി ലഭ്യമാക്കുമെന്ന ഒരു തരി പ്രതീക്ഷ റഷീദയ്ക്ക് ബാക്കിയുണ്ട്. എനിക്ക് PSമാര് PAമാരൊന്നും കാണണ്ട, എനിക്ക് CMനെ നേരിട്ടാ കാണേണ്ടത്. ഞാൻ സംസാരിക്കും, അദ്ദേഹത്തിനത് ബോധ്യപ്പെടുത്തിയാൽ മനസ്സിലാവുമെന്നുള്ളത്. അപ്പോൾ അതിന് എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല CMനെ കാണാൻ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഇത് സാർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. PSCയിൽ നിന്ന് നീതി ലഭിക്കാതെ പോയ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ CPM പ്രൊഫൈലുകളിൽ നിന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നത് മുൻ SFI പ്രവർത്തക എന്ന നിലയിൽ റഷീദയെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത്രക്ക് കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ബിലോ പോവർട്ടിയിൽ പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് ഞാൻ. അന്ന് പഠിച്ചു വന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു സാർ. എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ തഴയപ്പെടുന്നത്? PSCക്ക് ഒന്നാം റാങ്ക് ലഭിച്ചിട്ട് പോലും അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പ്രവേശനം ലഭിച്ചില്ല എന്ന വലിയൊരു വേദനയാണ് M റഷീദ പങ്കുവയ്ക്കുന്നത്.